സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. രോഗമുള്ളിടത്തെല്ലാം കൈകൾ വെക്കേണ്ട സമയമാണ്. ഓൺലൈനിലുള്ളവർ ശ്രദ്ധിക്കുക. വിട്ടുമാറ തലവേദനയുള്ളവരുണ്ടാകും, അത് നെറ്റിൽ കൈവെക്കേണ്ടതാണ്. എവിടെയാണ് വേദനയും രോഗവും ഉള്ളത് അവിടെ കൈകൾ വെച്ചുകൊണ്ട് ഇടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയായി കൃപാസ ആൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഓരോ മകന്റെ മേലും മകളുടെ മേലും കർത്താവിന്റെ വിശുദ്ധമായ തിരുമുറുപാർന്ന് വലതുകരം ആണിപ്പെടുതാർന്ന് അത്ഭുതകരം വെക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിപ്പിണർ പോലെ വൈദ്യാക്കാലം പോലെ ദൈവികമായ ശക്തി നിങ്ങളിലേക്ക് ഇടിച്ചിറങ്ങട്ടെ. മാരക രോഗങ്ങൾ, തീരാവേദികള്, ജീവിത ദുരിതങ്ങളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. സ്തുതിക്കട്ടെ. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അന്ധന് കാഴ്ച നൽകിയവനെ, ചെകിടന് കേട് നൽകിയവനെ, ഊമന് സംഭാഷണ നൽകിയവനെ, മഹോദര രോഗിയെ സുഖപ്പെടുത്തിയവനെ, തളർവായ രോഗിയെ സുഖപ്പെടുത്തിയവനെ, മരിച്ചവനെ ഉയർപ്പിച്ചവനെ, അങ്ങയുടെ തിരുമുറിവാർന്ന വലത്ത് കര എന്റെ ശരീരത്തിൽ ഇപ്പോൾ വയ്ക്കണമേ. അടിപ്പിണർ പോലെ, വൈദ്യാഘാതം പോലെ എന്റെ ആന്തരിക അവയവങ്ങള്, രോഗാതുരമായ ശരീരഭാഗങ്ങള്, രോഗാതുരമായ കോശങ്ങള്, പേശികള്, ഞരമ്പുകള്, ആന്തരിക അവയവങ്ങള് യേശു ക്രിസ്തുവിന്റെ വിശുദ്ധ രക്തത്താൽ കഴുകപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിലെ രോഗങ്ങള് സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രുതികട്ടെ. ആരാധനയിലൂടെ വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പല കാര്യത്തിൽ, അത് നീ എൻ്റെ കാര്യത്തിൽ നിങ്ങൾ ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായി 8:29. മത്തായി 8:29. അവർ അട്ടഹസിച്ചു പറഞ്ഞു, ദൈവപുത്ര, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു. ഇതാണ് വിഷയം. എന്താ കാര്യം? നിന്റെ പേരെന്താണെന്ന് കർത്താവ് ചോദിച്ചു അവനോട്, ഇല്ലേ? റീഡ് ഇറ്റ് അഗൈൻ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, മർക്കോസിന്റെ 5:7 വായിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മർക്കോസ് 5:7. ആ, ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, യേശുവേ, അങ്ങ് എന്റെ കാര്യത്തിൽ എന്തിന് ഇടപെടുന്നു? അതാണ് പ്രശ്നം. ആ കാര്യത്തിൽ ഇടപെടരുത്. അതെൻ്റെ ലവ് അഫെയർ ആണ്. അത് വേറെ ജാതിക്കാരനായിരിക്കാം. അത് കെട്ടിച്ചേരാൻ വേണ്ടിയാണ് ഞാൻ നിൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ സംഭവം. അപ്പോൾ കർത്താവ് ചോദിക്കും, നിൻ്റെ കുഞ്ഞുങ്ങളെ വിശ്വാസം വളർത്താൻ പറ്റുമോ? അതെനിക്കറിയാൻ പാടില്ല. നീ അവനോട് പറയുമോ വിശ്വാസം ജീവിക്കാൻ? ഞാൻ പറയത്തില്ല. അതാ പ്രശ്നം. ഇത് ഡയബോളിക് പേഴ്സണാലിറ്റി, സ്പ്ലിറ്റ് പേഴ്സണാലിറ്റിയാണ്. ഓരോ ഉദാഹരണം കണ്ടില്ലേ? ഈ ആളിന് ഉടമ്പടി ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് പറയണത്. സിംഗിൾ പേഴ്സൺ ആകണമെന്ന്. നിൻ്റെ ജീവിതത്തിൻ്റെ വൃത്തികേടുകൾക്ക് ലൈസൻസ് തരാനല്ല കർത്താവ് ഇരിക്കുന്നത്. നീ ചെന്ന് ചാടിയിരിക്കുന്ന എല്ലാ അബദ്ധങ്ങളിലും നിനക്ക് ഓശാന പാടാൻ വേണ്ടിയല്ല ഉടമ്പടി ചെയ്യണത്. ഈ വിഷയത്തിൽ ദൈവഹിതം എന്താണ്, അത് നിറവേറാനും സ്വീകരിക്കാനും ഞാൻ തയ്യാറാണെന്ന് ആദ്യമേ നീ പറയണം. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, നിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നതിന് തടസ്സം നിൽക്കുന്ന സാഹചര്യങ്ങളെ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഒഴിവാക്കുന്നതിനും നിന്റെ നാമത്തെ വിശ്വസിക്കുന്നവർക്ക് നീ വാഗ്ദാനം ചെയ്തിരിക്കുന്ന കൃപയ്ക്കുമേൽ കൃപ സ്വീകരിക്കുന്നതിനും എന്നെ അങ്ങുമായി സത്യസന്ധമായ ഉടമ്പടിക്കായി ഒരുക്കണമേ. ശ്രുതിക്കട്ടെ. മർക്കോസിന്റെ സുവിശേഷം 5:9. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മർക്കോസ് 5:9. നിന്റെ പേരെന്താണ്? നിന്റെ പേരെന്താണ്? യേശു ചോദിച്ചു. അവൻ പറഞ്ഞു, എന്റെ പേര് ലെഗിയോൺ. ഞങ്ങൾ അനേകം പേരുണ്ട്. ലെഗിയോൻ പിശാചുബാധനാണ്. അതാണ് അനേകം പേരുണ്ടെന്ന്, പല താല്പര്യങ്ങളുണ്ടെന്ന്. ഇപ്പം വീട് വെക്കാനും ജോലി കിട്ടാനും വേണ്ടി വന്നിരിക്കുകയാണ്. പക്ഷെ ഞാൻ ലെഗിയോനാണെന്ന്. ഞങ്ങൾ പല ആൾക്കാരുണ്ടെന്ന് എൻ്റെ ഉള്ളിൽ തന്നെ പല താല്പര്യക്കാരുണ്ടെന്നും പല ഉദ്ദേശക്കാരുണ്ടെന്നാണ് പറയണത്. അങ്ങനെയാണെങ്കിൽ ഈ ഡയബോളിക് പേഴ്സണാലിറ്റിക്ക്, സ്പ്ലിറ്റ് പേഴ്സണാലിറ്റിക്ക് ഉടമ്പടി ചെയ്യാൻ പറ്റത്തില്ല. ദൈവം ലെഗിയോനുമായിട്ട് ഉടമ്പടി ചെയ്യത്തില്ല. യു മസ്റ്റ് ബി എ സിംഗിൾ പേഴ്സൺ. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എന്നെ അങ്ങുമായി ഉടമ്പടി ചെയ്യാൻ പറ്റുന്ന ഒറ്റ വ്യക്തിയായി നവീകരിക്കണമേ. ഹല്ലേലൂയ. ശരിക്കും പറഞ്ഞാൽ ഈ അച്ഛൻ മുമ്പ് പറഞ്ഞ പോലെ അളന്നല്ല ആത്മാവിന് നൽകണമെന്ന് പറഞ്ഞില്ലേ? അപ്പം മുട്ടോളം വെള്ളം, അരയോളം വെള്ളം, പിന്നെ നീന്താതെ കടക്കാൻ പറ്റാത്ത രീതിയിൽ തലക്ക് മുകളിൽ വെള്ളം നിൽക്കുന്ന രീതിയിൽ ദൈവം ഇങ്ങനെ സമൃദ്ധമായി കൃപയ്ക്ക് മേൽ കൃപ നൽകിക്കൊണ്ട് ഒരു മനുഷ്യൻ നയിക്കാനുള്ള സാധ്യതയാണ് ഉടമ്പടി നമ്മുടെ മുമ്പിൽ തുറന്നിടുന്നത്. ഇത് ഒരിക്കൽ അനുഭവിച്ചപ്പോഴാണ് ഈ സോന പറയണത്, കർത്താവേ, എനിക്കൊരാവശ്യമില്ല, എനിക്ക് നീയാണ് എൻ്റെ ആവശ്യമെന്ന്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. ലിറിക്സ് ഒന്ന് പറഞ്ഞു കൊടുത്ത ആൾക്കാർക്ക്. ചങ്കു പിളർന്നതാണേ, ഏറ്റുപാടഞ്ഞ ചങ്കു പിളർന്നതാണേ, നിനക്കവൻ തന്നുയിർ തന്നതാണേ. ചങ്കു പിളർന്നതാണേ, നിനക്കവൻ തന്നുയിർ തന്നതാണേ. അടുത്ത വരി. നോവിനുലയിൽ
പ്രാണനുലഞ്ഞപ്പോൾ നിൻമുഖം കണ്ടതാണേ നെഞ്ചിലവൻ നിന്നെ വഹിച്ചതാണേ. ഒരുമിച്ച് പാടാം. ശ്രുതികട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ചങ്കുപിളർന്നതാണേ നിനക്കവൻ തന്മയിൽ തന്നതാണേ. ചങ്കുപിളർന്നതാണേ നിനക്കവൻ തന്മയിൽ തന്നതാണേ. കൈയടിച്ചുകൊണ്ട് ചങ്കുപിളർന്നതാണേ പ്രിയ പ്രാണനുലഞ്ഞപ്പോ നിന്നെ പ്രിയ പ്രാണനുലഞ്ഞപ്പോ എൻ്റെ പ്രിയമക്കളെ, ഇത് വിശുദ്ധീകരിക്കുന്ന അനുതാപത്തിൻ്റെ ഏറ്റവും വലിയ വിഷയം നമ്മൾ ദൈവസ്നേഹം. അനുതാപമാണ് നമ്മുടെ ടോപ്പിക്ക്. ഈ ലെഗ്യോനും ഡയബോളിക് പേഴ്സണാലിറ്റിയും സ്പ്ലിറ്റ് പേഴ്സണാലിറ്റിയും അതിനൊക്കെ എല്ലാം റിക്കവർ ചെയ്യുന്നത് ഈ അനുതാപം വെച്ചാണ്. അനുതാപം ഇങ്ങനെ അതിരുകളില്ലാതെ പോകുന്ന അനുസരിച്ച് കൊണ്ട് നമ്മുടെ ആത്മനദിയുടെ ആഴങ്ങളും വീതിയും കൂടിക്കൊണ്ടിരിക്കും. നമുക്ക് ആത്മാഭിഷേകം ലഭിക്കുന്നതും അതിജീവനത്തിൻ്റെ ആത്മാഭിഷേകം ലഭിക്കുന്നത് നമുക്ക് ഉണ്ടാകുന്ന അനുതാപത്തിന് ആനുപാതികമായിരിക്കും. എപ്പോഴും നമ്മുടെ മക്കളെ മനസ്സിലാക്കണം. ആത്മീയ ജ്ഞാനം വഴിയെ നമ്മൾ അല്ല നിങ്ങൾ എന്തെങ്കിലും കാണിച്ചു കൂട്ടി തരികിട പരിപാടി കാണിച്ച് ദൈവാനുഗ്രഹം അടിച്ചു മാറ്റാവുന്നുള്ള വ്യർത്ഥ മുഖങ്ങളൊക്കെ മാറ്റണം. മറിച്ച് ഇത് വളരെ ലൈഫ് ലോങ് ആയി ദൈവമായിട്ട് സഞ്ചരിക്കാനുള്ള ഒരു കമ്മിറ്റ്മെന്റ് കാണിക്കണം. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഹ്രസ്വകാലത്തേക്ക് ഭൗതിക നേട്ടത്തിനായി നിന്റെ അടുത്ത് എത്തിയെന്ന് കരുതരുതേ. കർത്താവേ, നിത്യനിദാനമായി ആത്മനിറവിലെ നിന്നോടൊപ്പം ജീവിക്കുവാൻ എന്നെ പ്രത്യേകം അഭിഷേകം ചെയ്യണം. അതിനാവശ്യമായ അനുതാപത്താൽ എന്നെ അഭിഷേകം ചെയ്യണം. അപ്പൊ അങ്ങനെ രണ്ട് കാര്യം എന്ന് വെച്ചാൽ എൻ്റെ മോളുടെ വിവാഹം മുടങ്ങി, ആ ഒരു വേദന. ഈ മോൻ അപ്രതീക്ഷിതമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വിട പറഞ്ഞ് അതൊരു വേദന. 5 മാസമുള്ള കുഞ്ഞിൻ്റെ വേദന, ആ ഭാര്യയുടെ വേദന, അതെല്ലാം കണ്ട് താങ്ങാവുന്നതിനപ്പുറം ഞങ്ങൾ അപ്പോഴും ഞാൻ ആ കൊന്ത വിട്ടിട്ടില്ലായിരുന്നു. എൻ്റെ കരുണക്കൊന്ന് ഞാൻ വിട്ടിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ അമ്മയ്ക്ക് ഞാൻ 13 വർഷമായിട്ടൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമായിരുന്നു. അവിടെ നിന്ന് ഞാൻ ജോലിക്ക് പോകാൻ ഒരു ദിവസം വെളുപ്പിന് എഴുന്നേൽക്കുമ്പോഴത്തേക്കും എൻ്റെ അമ്മായിയമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ എനിക്ക് വയ്യ. 90 വയസ്സായ അമ്മയാണ്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് വയ്യ മോളേന്ന്. അപ്പം ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിക്കാൽ ആളങ്ങ് തലയിറങ്ങി അങ്ങ് വീണു. പിന്നെ ആൾക്ക് ബോധമെന്ന് പറയുന്ന സംഭവമില്ല.
എന്തെങ്കിലും നമ്മൾ ഒരു തുള്ളി വെള്ളം കൊടുത്താൽ ആള് അന്ന് തലയാട്ട് അല്ലാതെ ഒന്നുമില്ല. അങ്ങനെ ഞാൻ എൻ്റെ ജോലി അവിടെ വെച്ച് റിസൈൻ ചെയ്യേണ്ടി വന്നു. ഇതെല്ലാം മാതാവ് കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുകയെന്ന് എനിക്ക് ഇപ്പം തോന്നിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു അനുഭവത്തിലൂടെയാണ് മാതാവ് എന്നെ കൊണ്ടുപോയിട്ടുള്ളത്. അപ്പം ഞാൻ ജോലി റിസൈൻ ചെയ്ത് വീട്ടിൽ നിന്ന്, അത്യാവശ്യം സാമ്പത്തിക ശേഷിയൊന്നും ഇല്ലാത്ത കുടുംബം തന്നെയാണ് എൻ്റേത്. അങ്ങനെ ഞാൻ ഇരുന്നപ്പോഴത്തേക്കും അമ്മനെ ഞാൻ 2 മാസം റിസൈൻ ചെയ്ത് അമ്മനെ അതുപോലെ നോക്കി. 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ ആൾ ഓക്കെ ആയി. പഴയ പോലെ തന്നെ അമ്മ എണീറ്റ് നടക്കാൻ തുടങ്ങി, അമ്മ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി, എല്ലാം ചെയ്യാൻ തുടങ്ങി. പക്ഷെ എൻ്റെ ജോലി പോയില്ലേ. ഞാനൊരു 10ാം ക്ലാസ് വരെ പഠിച്ചൊരു വ്യക്തി ആയതുകൊണ്ട് എനിക്ക് എവിടെ ജോലി കിട്ടാനാ? കിട്ടും, ഏതെങ്കിലും തുണിക്കടയിൽ പോയി നിൽക്കണം. എനിക്ക് സ്പോണ്ടിലൈസിസിൻ്റെ ഇതുള്ളത് കൊണ്ടിട്ട് എനിക്ക് അതിനൊന്നും സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ പലരും എന്നോട് ചോദിക്കും, ആ പുതിയ ജോലി സ്ഥലത്ത് തന്നെ കയറിക്കൂടെയെന്ന്. പക്ഷെ അവരെന്നെ തിരിച്ചെടുക്കില്ല. കാര്യം അത്രക്കും അധോഗതിയിലോട്ടായി ആ സ്ഥാപനം. അങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. അപ്പം ഞാൻ ഇത്രയും 3 വിഷമാവസ്ഥയിൽ നിൽക്കുന്ന സമയത്തും കൊന്ത വിടാതെ ഞാൻ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ട്, ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ട എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ബന്ധുവാണ്. ആ പുള്ളിക്കാരത്തി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞത്, വാ നമുക്ക് കൃപാസനത്തിൽ പോവാം. അവിടെ പോയിട്ട് അപ്പം എന്നെ അറിയുന്നൊരു വ്യക്തിയാണ്. അത്ര വേദന ഞാൻ എൻ്റെ ആ കുടുംബത്തിൽ നിന്ന് തിങ്ങുന്നുണ്ടെന്നുള്ളത് പുള്ളിക്കറിയാം. അതുകൊണ്ട് എന്നെ വന്ന് വിളിച്ചപ്പോൾ ഞാൻ ഒന്നും നോക്കിയില്ല. ഞാൻ അപ്പം തന്നെ ഞാൻ ഇറങ്ങി. ഞാൻ വന്നു. എനിക്ക് ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കണം എന്താണെന്ന് ഒരു പേന പോലും എൻ്റെ കയ്യിലില്ല. എന്താണ് ഇവിടുത്തെ നിയമമെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ ഇവിടെ വന്ന് അതിൻ്റെ കൂടെ വന്നപ്പോൾ പേനയില്ല. അപ്പോൾ അവിടെ 5 നിയോഗം എഴുതണം. ഞാനൊരു പേന അടുത്ത പയ്യൻ്റെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിച്ചു. ഞാൻ എഴുതി. ഫസ്റ്റ് എൻ്റെ നിയോഗം മാതാവിനെ സമർപ്പിച്ച് ഞാൻ എഴുതി. കാര്യം അത്രയ്ക്ക് 2 വർഷമായിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹം പിന്നെ നടന്നിട്ടില്ല. അപ്പോൾ ആ ഒരു വേദനയിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ വേദന, എൻ്റെ വേദന അത്രയല്ല, എൻ്റെ ഹസ്ബൻഡിൻ്റെ വേദന എനിക്ക് താങ്ങാൻ പറ്റുന്നതിനപ്പുറമായിരുന്നു. അതുകൊണ്ട് ഫസ്റ്റ് ഉടമ്പടി ഞാൻ എഴുതി, മാതാവ് എൻ്റെ മോൾക്ക് അനുയോജ്യമായൊരു കുടുംബത്തിൽ നിന്ന് അനുയോജ്യമായൊരു ബന്ധം കൊണ്ടുവന്ന് തന്നോ എന്നുള്ളത്. സെക്കൻഡ് ഉടമ്പടി ഞാൻ എഴുതി, എൻ്റെ മോളുടെ കേൾവിക്കുറവ് എനിക്ക് മാറ്റി തന്നോ എന്നുള്ളത്. 3ാമത് ഞാൻ എഴുതി, എൻ്റെ ഹസ്ബൻഡിൻ്റെ ആ മനസ്സിൻ്റെ നീറ്റലൊന്ന് എനിക്ക് മാറ്റി തരണം എന്നുള്ളത്. 4ാമത് ഞാൻ എഴുതി, എൻ്റെ മോൾക്ക് ഒരു ഗവൺമെൻറ് ജോലി, അവൾ ഇങ്ങനത്തെ ഒരു കുട്ടിയാണല്ലോ, അതുകൊണ്ട് അതെനിക്ക് അമ്മ നടത്തി തന്നെയെന്ന്. 5ാമത് എഴുതി, ഞാൻ ആ മകൻ നഷ്ടപ്പെട്ട ആ കുടുംബത്തിന് വേണ്ടിയിട്ട് ആ അച്ഛനും അമ്മയും ചിരിച്ച സന്തോഷത്തോടെയുള്ള മുഖത്തോടെ എൻ്റെ അടുത്ത് നിൽക്കണമെന്നുള്ളത് ഞാൻ എഴുതി വെച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് പോയി. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും മാതാവ് എന്നിലൂടെ പ്രവർത്തിക്കാൻ തുടങ്ങി. അമ്മ ഞാൻ തിരി കത്തിച്ച് വെച്ചാൽ ആ തിരിയിൽ ഞാൻ കാണുന്നത് എനിക്കറിയില്ല എന്ത് രൂപമാണെന്ന്. ഞാൻ അപ്പം തന്നെ പലർക്കും ഫോട്ടോ എടുത്ത് എൻ്റെ അറിയാവുന്ന എല്ലാവർക്കും ഞാൻ അയച്ചു കൊടുത്തായിരുന്നു. പല പ്രാവശ്യമാണ് ആ തിരിയിൽ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഞാൻ അപ്പോഴൊക്കെ ആ ക്രിസ്ത്യൻസായ എൻ്റെ എൻ്റെ കൂട്ടുകാരികൾ എല്ലാവരും പറയും, നിന്നിൽ മാതാവ് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ടാണ് നീ ഇത് കാണുന്നത്, ഞങ്ങൾ ആരും ഇന്നേവരെ ഇത് കണ്ടിട്ടില്ലല്ലോ എന്നോ. അതൊരു അതിശയം തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ അമ്മ എനിക്ക് കാണിച്ചു തന്നത് എന്താണെന്നറിയോ? ഒരു കല്യാണ ദിവസമാണ് എൻ്റെ അമ്മ എനിക്ക് കാണിച്ചത്. എൻ്റെ മോളല്ല ആ കല്യാണത്തിൽ ഇരിക്കുന്നത്, അതിനു വേണ്ട ജനങ്ങൾ ആ കല്യാണത്തിൻ്റെ സമയത്തുണ്ട്. എൻ്റെ മോള് പൂർവാധികം സന്തോഷത്തോടെ അവിടെ കല്യാണം നടത്തണം. അപ്പം ഈ ജപമാല ബുക്ക് എന്ന് പറയണത്, ഞാൻ 13 വർഷമായിട്ട് ജോലി ചെയ്യുന്നിടത്ത് ഞാൻ ഈ കൊന്ത പിടിച്ച് നടക്കുന്നത്, ക്രിസ്ത്യൻസായ ജോലിക്കാരെല്ലാവരും പറയും, ഞങ്ങൾ ക്രിസ്ത്യൻസായിട്ട് എൻ്റെ കയ്യിലൊരു ജപമാല ഇല്ലല്ലോ, ഒരു കൊന്ത ഇല്ലല്ലോ, പക്ഷെ നിൻ്റെ കയ്യിൽ. അവിടെ വരുന്ന പേഷ്യൻ്റ് ഒക്കെ പറയും, ഇതെന്താ ഈ കൊന്തയും പിടിച്ചു നടക്കുന്നത്, ഞങ്ങളും ഒക്കെ ക്രിസ്ത്യാനികളാണ്, ഞങ്ങൾ പോണിടത്തൊന്നും കൊന്ത കയ്യിൽ. ഞാൻ പറയും, ഇത് എൻ്റെ കൂടെ ഇരുന്നോട്ടെ, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, ഞാൻ അവിടെ ഇരുന്ന് ചൊല്ലാവുന്നത് എനിക്കറിയാവുന്ന നന്മ മറിയുമേ, അത് ഞാൻ ആ കൊന്തയിൽ ജോലിക്കിടയിൽ ചൊല്ലാറുണ്ട്. അപ്പോഴത്തേക്കും എന്താ പറഞ്ഞത്, അങ്ങനെ ഞാൻ പോകുമ്പോഴത്തേക്കുമാണ് ഇവിടെ വന്ന് ഇതെല്ലാം കഴിഞ്ഞു എൻ്റെ മോൾ ആ സ്വപ്നം കാണിച്ചതെന്ന് പറഞ്ഞാൽ മാതാവ് എന്നെ കാണിക്കുന്നത് കല്യാണം, എൻ്റെ മോള് നല്ല സന്തോഷത്തോടെ നിൽക്കുന്നത്. അപ്പോൾ ഈ 13 വർഷത്തിൽ വെച്ച് ജപമാല ബുക്ക് അവിടുത്തെ ഒരു ചേച്ചി എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെൻ്റെ കയ്യിൽ അപ്പോഴും ഞാൻ സൂക്ഷിച്ച് വെച്ചേക്കെ. ഈ 13 വർഷം, ഇപ്പോൾ 17 വർഷമായി, ഈ 13 വർഷമായിട്ട് ഞാൻ എൻ്റെ കയ്യിൽ സൂക്ഷിച്ച് വെച്ചേക്കുന്ന അത് പപ്പടക്കെട്ടായി. കാര്യം എന്ന് വെച്ചാൽ ജപമാല എന്താണെന്നൊന്നും എനിക്കറിയില്ലല്ലോ. എന്നാലും ഞാൻ ഇടയ്ക്ക് അതൊക്കെ ഒന്ന് വായിച്ചൊക്കെ നോക്കാറുണ്ടായിരുന്നു. ഓരോ ദിവസങ്ങളും, തിങ്കൾ ചൊവ്വ അങ്ങനെയുള്ള ദിവസങ്ങൾ, അതൊന്നും എനിക്ക് പിടുത്തം കിട്ടിയിട്ടല്ല ഞാൻ ചൊല്ലുന്നത്. എന്നാലും ഞാൻ ആ കൊന്ത എടുത്ത് വെച്ച് ഞാൻ അറിയാവുന്ന ഇതിലൊക്കെ ചൊല്ലുമായിരുന്നു. അപ്പോൾ എന്നെ സ്വപ്നത്തിൽ കാണിച്ചതെന്ന് വെച്ചാൽ ഈ കല്യാണം നടക്കുന്ന ഒട്ടും
ഒട്ടനവധി ജനങ്ങൾ തിങ്ങി നിൽക്കുന്നു. അപ്പോഴത്തേക്കും ഞാനും എൻ്റെ കൂടെ ഒരു പെണ്ണ് നിൽപ്പുണ്ട്. പക്ഷെ അതെൻ്റെ ഫ്രണ്ടോ ആരുമല്ല, ഞാൻ അറിയാൻ പാടില്ലാത്തൊരു വ്യക്തിയാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്. അപ്പോൾ ഈ കല്യാണം നല്ല ഭംഗിക്ക് നടന്ന് ഇവർ ചെക്കനും പെണ്ണും കൂടി എണീറ്റ് ഒരു വീട്ടിലോട്ട് ആ തിക്കും തിരക്കിൻ്റെ ഇടയിൽ പോകുമ്പോഴത്തേക്കും അവിടെ ആ പൂജാരി ഇരിക്കുന്നതിൻ്റെ അടുത്തായിട്ട് ഒരു തീ ആളി പടരുന്നുണ്ട്. ആ തീയുടെ അടുത്തായിട്ട് ഈ ജപമാല ബുക്ക് കിടക്കുക. ശരിക്കും പറഞ്ഞാൽ എൻ്റെ പപ്പടക്കെട്ടായ ഈ ജപമാല ബുക്ക്, ഈ 13 വർഷം ഞാൻ എൻ്റെ കയ്യിൽ കൊണ്ടുവരുന്ന ജപമാല ബുക്കാണ് കിടക്കുന്നത്. ഞാൻ ഓടി എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ നിൽക്കുന്നവരോട് ഞാൻ പറഞ്ഞു, അയ്യോ എൻ്റെ ബുക്ക്, എൻ്റെ മാതാവെന്ന് പറയല. ഞാൻ ചെന്നില്ലാഞ്ഞെങ്കിൽ അത് കത്തുമായിരിക്കും. പക്ഷെ ഞാൻ ചെന്ന് എൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോഴത്തേക്കും ഉണ്ടല്ല, ആ പേജ് ഞാൻ നോക്കുമ്പോൾ തീ ആളിപ്പടരുവാണെങ്കിലും ഒരു പേജ് പോലും അതിൽ കോട്ടം സംഭവിച്ചിട്ടില്ല. അന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ മാതാവ് എൻ്റെ ഈ കല്യാണം എനിക്ക് നടത്തി തരുമെന്നുള്ളത്, അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ കാണുന്നത് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും ഞാൻ ആ സമയങ്ങളിലൊക്കെ 2 മണിക്കും 2:30 എനിക്ക് കാര്യം എന്താ വെച്ചാൽ എൻ്റെ മോളുടെ കല്യാണമാണ് എൻ്റെ ഇത്. കാര്യം വെച്ചാൽ എൻ്റെ കുടുംബം എന്നാലേ സമാധാനത്തിലെത്തുള്ളൂ. എൻ്റെ ഹസ്ബൻഡ് അത്ര വേദനയിൽ നിന്ന് തിങ്ങുക, അത് ഞാൻ കാണുന്ന വ്യക്തിയാണ്. അപ്പോഴത്തേക്കും ഞാൻ ഈ കിടന്നുറങ്ങുമ്പോൾ 2:30 മണിക്കൊക്കെ ഞാൻ എണീറ്റ് പ്രാർത്ഥിക്കും. 2:30 ചിലപ്പോൾ അത് 3 ആവും.